നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ മെഗ് 14 യൂണിറ്റ് 2 ആണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കഥയിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ജന്മദിനത്തിൽ നടന്ന ഒരു കഥയെപ്പറ്റിയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ നടന്ന കാര്യങ്ങളുടെ ഒരു കഥയാണ് ഇതിൽ പറയുന്നത് മെയിൻലി. അതായത് ഒരു സാധാരണ ഒരു ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് പായസം ആഘോഷമൊക്കെയാണ് നമുക്ക് ഓർമ്മ വരിക. പക്ഷേ ഇതൊന്നുമല്ലാതെ അതികഠിനമായ ദാരിദ്ര്യവും വിശപ്പും നിറഞ്ഞൊരു ദിവസമായിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ജന്മദിനം അയാൾക്ക് ഉണ്ടായിരുന്നത്. ഇത് മുഹമ്മദ് ബഷീർ രാവിലെ എണീക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. അദ്ദേഹം ആ ദിവസം ധരിച്ചിരുന്ന വസ്ത്രവും ഷൂവും വരെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് നന്നായി വിശക്കുന്നത് കാരണം ചായ കുടിക്കണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഓൾറെഡി ആ കടയിൽ കുറച്ച് കടങ്ങളുള്ളതുകൊണ്ട് പോകാനൊരു മടിയുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു ചായ കുടിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു വലിയ ലക്ഷ്യമായി മാറിയിരുന്നത്. അദ്ദേഹം അവിടെ ചെന്നു, ആ ചായക്കടയിൽ ചെന്ന് കഴിഞ്ഞപ്പം അദ്ദേഹം പണ്ട് കൊടുക്കാനുള്ള പൈസ മുഴുവൻ തന്നു തീർക്കാതെ ചായ തരാൻ പറ്റില്ല എന്ന് തന്നെ കടക്കാരൻ പയ്യും പറഞ്ഞു. കണ്ടു നിന്നവരെല്ലാം അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടിട്ട് വിചാരിച്ചു അദ്ദേഹം നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്ന്. ആളുടെ ഒരു അവസ്ഥ എന്താണെന്ന് ആരും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ അദ്ദേഹം നന്നായി വിശന്ന് പൊരിയുകയായിരുന്നു. അദ്ദേഹത്തിന് മറ്റുള്ളവരോട് തൻ്റെ ജന്മദിനമാണെന്ന് പറയണമെന്നുണ്ടായിരുന്നു. ആളുകളുടെ ആശംസകൾ കേൾക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞതുമില്ല, ആരും അത് മൈൻഡാക്കിയുമില്ല. അദ്ദേഹത്തിന് ഒരു ഉച്ച വരെ വിശന്നിരുന്നാൽ മതി. കാരണം തലേദിവസം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഉച്ചഭക്ഷണത്തിന് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ച വരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമെന്ന് മാത്രമേ അദ്ദേഹം ഒന്ന് ഓർത്തിരുന്നുള്ളൂ. ആ ഉച്ചയായപ്പോഴത്തേക്കും അദ്ദേഹം ആ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് അവിടെ ആ സുഹൃത്തില്ലെന്നും വൈകിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞൊരു കള്ളം പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ നിന്നും ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത് സുഹൃത്ത്, എൻ്റെ വീട്ടുകാരൻ. ഇതോടെ അദ്ദേഹം വളരെ തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. കഥ അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ തത്വങ്ങളും മാറ്റിവെച്ച് അദ്ദേഹം അടുത്തൊരു വീട്ടിൽ നിന്നും ഭക്ഷണം മോഷ്ടിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ കഥ അവസാനിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വിശപ്പിന് മുന്നിൽ ആഘോഷങ്ങൾക്കും വലിയ തത്വങ്ങൾക്കും ഒരു വിലയുമില്ലെന്ന് ബഷീർ തൻ്റെ തനതായ ശൈലിയിൽ പറഞ്ഞു തരികയാണ് ഈ കഥയിലൂടെ നമുക്ക് നൽകുന്നത് ഒരു ആശയമെന്ന് പറയുന്നത്. ഓക്കെ, ഈ കഥയിൽ എന്താണ് പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ രാവിലെ അദ്ദേഹം ഒരു വെളുത്ത ഖദർ ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് ഒരു ക്യാൻവാസ് ഷൂവും ധരിച്ച് ഒരു നല്ലൊരു രീതിയിൽ അദ്ദേഹം അത് നടത്തുകയായിരുന്നു. അപ്പോഴാണ് അടുത്ത വീട്ടിൽ കോളേജ് പയ്യനായ മാത്യുവും വഴിപോക്കരും എല്ലാം വിചാരിക്കുന്നത് ബഷീർ നല്ല ആഡംബരത്തിലാണ് ജീവിക്കുന്നത് എന്ന്. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാണ്. ഒരു ചായ കുടിക്കാൻ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒറ്റ പൈസയില്ല. ഇന്ന് തൻ്റെ ജന്മദിനം ആയതുകൊണ്ട് ആരോടും കടം ക്യാഷ് മറ്റുള്ളവരിൽ നിന്നും കടം മേടിക്കില്ലെന്നും അതുപോലെ തന്നെ അദ്ദേഹം ഒരു കള്ളത്തരം കാണിക്കില്ലെന്നും ബഷീർ മനസ്സിൽ തന്നെ ഒരു ശപഥം ചെയ്തിരുന്നു. കാരണം സ്വന്തം ജന്മദിനമാണല്ലോ, അതുകൊണ്ട്. പക്ഷേ നേരെ ഒരു ഉച്ച ആകുമ്പോഴേക്കും തന്നെ അദ്ദേഹത്തിന് വിശപ്പ് സഹിക്കാൻ വയ്യാതാവുക. അതുകൊണ്ട് എന്ത് ചെയ്തു, അടുത്തുള്ള ചായക്കടയിലേക്ക് അദ്ദേഹം പോവുകയാണ്. അപ്പോഴാണ് ചായക്കടക്കാരൻ പഴയ കടം ഓർമ്മിപ്പിച്ചത്. ചായ തരാൻ മടിക്കുന്നതും അദ്ദേഹത്തിന് മനസ്സിലായി. വഴിയിൽ ഒരു മെതേടി വിൽക്കുന്ന പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ അദ്ദേഹത്തിന് അതിനും സാധിക്കുന്നില്ല. പിന്നീടാണ് അദ്ദേഹം ഓർത്തത് തലേ ദിവസം തൻ്റെ ഒരു പണക്കാരനായ കൂട്ടുകാരനുണ്ടായിരുന്നു ഹമീദ്. ആളെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി അദ്ദേഹത്തിനെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ കരുതുന്നത്, ഇന്ന് ഹമീദിൻ്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം, ജന്മദിനമാണല്ലോ എന്ന് കരുതി അദ്ദേഹം ഉച്ചയായപ്പോഴത്തേക്കും അങ്ങോട്ട് പോവുകയാണ്. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹം വലിയൊരു ചതി മനസ്സിലാക്കുന്നത്. ബഷീറിന് ആഹാരം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഹമീദ് വീട് വിട്ട് എങ്ങോട്ടോ മനഃപൂർവ്വം മാറി നിൽക്കുകയായിരുന്നു. വിശപ്പിനേക്കാൾ കൂടുതൽ ആ സുഹൃത്തിൻ്റെ കാപട്യം ബഷീറിനെ മാനസികമായി തളർത്തുന്നുണ്ട് ഇതിൽ. അത് തൻ്റെ മുടിയിലെ ഒരു നരച്ചരമം പിഴുതെടുത്ത് കണ്ണാടിയിൽ നോക്കുമ്പോൾ രാജ്യം മുഴുവൻ നടന്നിട്ടും ഈ ഭൂമിയിൽ സ്വന്തമായി തനിക്കൊന്നുമില്ലല്ലോ എന്നൊരു വലിയ ശൂന്യത അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നതുമുണ്ട്. അദ്ദേഹം അന്ന് രാത്രി തന്നെ കായലരികിലൊരു വിളക്കിൻ്റെ അടിയിലിരുന്ന്
തൻ്റെ വിശപ്പിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും നോവുകളെ ബഷീർ ഒരു പേപ്പറിലേക്ക് എഴുതി മാറ്റുന്നുണ്ട്. ഒരു പാവപ്പെട്ടൻ്റെ ജന്മദിനം ഒരു അത്ഭുതവും സമ്മാനിക്കില്ലെന്നും അത് വെറും ഒരു പട്ടിണി ദിവസം മാത്രമാണെന്നുമാണ് ബഷീർ ഇതിലൂടെ പറയുന്നത്. ഈ കഥയുടെ അവസാനമാകുമ്പോൾ അദ്ദേഹം ഒരു വീട്ടിൽ കയറി ആളുടെ കുറേ ഡിസിപ്ലിൻസും മോറൽ വാല്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വിശപ്പ് കാരണം അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. അതെല്ലാം ത്യജിച്ചുകൊണ്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു വീട്ടിൽ കയറി ഭക്ഷണം മോഷ്ടിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്.